അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. കുറച്ച് കഴിച്ചു നോക്കാം. എനിക്കിതിന് കറിയൊന്നും വേണ്ട, ഇന്നിങ്ങനെ വെറുതെ കഴിക്കാനാണ് എനിക്കിഷ്ടം. സാലഡൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്, എങ്കിലും ഇതിങ്ങനെ കഴിക്കാനാണ് എനിക്കിഷ്ടം. അടിപൊളി ഒരു ബിരിയാണിയാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. സ്കൂളിലൊക്കെ കൊണ്ടുപോകാനൊക്കെ വളരെ ഈസി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പു ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇടാം. പെരിഞ്ചീരകം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 2 സവാള, കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇത് ചെറുതായി വഴറ്റിയെടുക്കാം. ഒരു മിക്സിയുടെ ജാറിൽ 1 കുടം വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 പച്ചമുളക് ഇത് നല്ലോണം ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇടാം. ഇത് നല്ലതുപോലെ ഇളക്കുക. ഇതിലേക്ക് മീഡിയം സൈസ് 2 തക്കാളി അരിഞ്ഞതും കൂടെ ചേർക്കാം. ഇതും ചെറുതായി ഒന്ന് വഴറ്റുക. ഇതിലേക്ക് 3 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതെല്ലാം ചെറുതായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇതിലേക്ക് 1 സ്പൂൺ നാരങ്ങ, 2 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ 3 കപ്പ് വെള്ളമാണ്, തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച വെള്ളം എങ്കിലും ഇതിനകത്തോട്ട് ഒഴിച്ചപ്പം ചെറുതായിട്ടൊന്ന് തിളച്ച് വരണ്ടേ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 മുട്ട ചേർക്കാം. മുട്ട ഉടയാതെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അരമണിക്കൂർ കുതിർത്ത് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ബിരിയാണി അരി ഇതിലേക്കിടാം. 2 കപ്പ് അരിയാണേ, അതാണ് ഞാൻ 3 കപ്പ് വെള്ളം ചേർത്തത്. ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കും. ഇതിലേക്ക് കുറച്ച് രമ്പയില ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ മല്ലിയിലയില്ല, അത് അരച്ച പേസ്റ്റാണ് ഇരിക്കുന്നത്, അത് ചേർക്കാം മല്ലിയിലയ്ക്ക് പകരം. ചെറുതായി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യും. ചെറുതീയിൽ അടച്ചു വെച്ച് വയ്ക്കാത്താണ് സവാള വഴറ്റിയെടുക്കുന്നത്. നെയ്യ് വേണ്ടാത്തവർ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ എന്തോ എടുത്താലും മതി. ഉള്ളി ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്ക്, ഉള്ളി ഒന്ന് മൊരിഞ്ഞ് വരാറായപ്പോഴത്തേക്ക് കുറച്ച് കറുത്ത മുന്തിരിങ്ങ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് ഈന്തപ്പഴം ചെറുതായി. നമ്മുടെ ബിരിയാണി ഇപ്പം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുഴഞ്ഞു പോവാതെ ഇളക്കി എടുക്കാം.